എൻ്റെ കൃഷിത്തോട്ടം കണ്ടോ? കൃഷിത്തോട്ടം എന്ന് പറഞ്ഞാൽ ഇതിലധികം ഉള്ളത് ചെടികളല്ല കേട്ടോ. ചെടികളുണ്ട്, പൂക്കളൊക്കെ കാണാനുണ്ടല്ലോ നിങ്ങൾക്ക്. ഫ്രൂട്ട്സ് പ്ലാന്റ് തന്നെ കേട്ടോ അധികം. മാവ്, പിന്നെ അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്. മാവിന് 2-3 ടൈപ്പ് ഉണ്ട്. ബനാന, സപ്പോട്ട, മുന്തിരി, പേര, പിന്നെ മൾബറി, പിന്നെ അതേപോലെ തന്നെ പേര. ഈ ലളിതെന്ന് പറഞ്ഞിട്ടൊരു തരം പേര, പിങ്ക് പേര, തായ് പിങ്ക്. ബനാന, സപ്പോട്ട ഞാൻ മുന്നേ പറഞ്ഞു. പിന്നെ ഇത് നല്ല ഒരു തരം ചാമ്പയാണ്, നല്ല മധുരമുള്ള ചാമ്പയാണ് കേട്ടോ അത്. പിന്നെ അതേപോലെ തന്നെ ഇത് കൈതച്ചക്ക മുള്ളില്ലാത്തത് 6 കിലോ 7 കിലോനൊക്കെ വരുന്നതാണ്. ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മിളകും തൈകളൊക്കെ നമ്മൾ അതൊക്കെ ഞാൻ പാവി ഉണ്ടാക്കുന്നതൊന്നുമല്ല. മിളകും തൈയൊക്കെ ഞാൻ ഇതുപോലെ നഴ്സറികളിലൊക്കെ പോയി ഒരു 5-6 മിളക് തൈ വാങ്ങും. ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആകുമ്പോൾ നിറയെ മിളകുണ്ടാവും. നമ്മൾ നോക്കണ പോലെ ഇരിക്കും. നന്നായി വളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ നന്നായിട്ട് നമുക്ക് ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ റെഡ് ലേഡി പപ്പായ കണ്ടാൽ നിൽക്കുന്നുണ്ട്. പിന്നെ ബാംഗ്ലൂർ പപ്പായ അവിടെ നട്ടിട്ടുണ്ട്. പിന്നെ റംബൂട്ടാൻ, സീതപ്പഴം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അബിയു ഉണ്ട് കേട്ടോ അവിടെ. അബിയു തൊട്ട് വേറെ കുറച്ചങ്ങോട്ട് നീങ്ങണം. അബിയുനെ ഞാൻ കാണിച്ചു തരാം. അത് നിൽക്കുന്നതാണ് അബിയു അടുത്ത വർഷം എന്തായാലും ഉണ്ടാവും. ഇതുമല്ലൊക്കെ പെട്ടെന്ന് ഉണ്ടായി കണ്ടോ. അതൊക്കെ ഉടനെ വെച്ചിട്ട് വർഷമായിട്ടുള്ള നമ്മൾ നന്നായി നോക്കണ പോലെ ഇരിക്കും. ഒരുപാട് സ്ഥലമില്ല ഇവിടെ, അത് കാരണം ഞാനൊക്കെ അങ്ങനെ വലിയ കവറിലാക്കി വെച്ചെടുക്കണം കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കവറാണ്. ഇതിപ്പോൾ ഒരു 75 കിലോ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതായിക്കോട്ടെ, ഇതിൽ വെച്ചാലും നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും. ഒരുപാട് വേസ്റ്റായി പോണേക്കാൻ നല്ലതല്ലേ, പാകത്തിന് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് കുറേ വെക്കുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഗുണം. കുറച്ച് സ്ഥലത്ത് കുറേ ടൈപ്പ് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലമുള്ളതിൽ 2 മാവോ പ്ലാവോ എന്തെങ്കിലും വെച്ചാൽ ആ സ്ഥലം മുഴുവനും നിറയും. അപ്പം അങ്ങനെയല്ല. ഇതിപ്പോൾ ഈ കണ്ട ഈ സപ്പോർട്ടൊക്കെ ഈ ഒരു ചെറിയ അതിൽ പോലും അത്യാവശ്യം 20 25 ഞങ്ങൾ പൊട്ടിച്ച് ഇനിയും കുറച്ച് ഉണ്ടാവുന്നുണ്ട്. അത്യാവശ്യം ഒരുപാട് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുക. അതിനാണ് ഇങ്ങനത്തേലൊക്കെ വെച്ചിട്ടുള്ളത്. എല്ലാതും അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ ചിലത് മാത്രം ഇപ്പോൾ ഈ ഒരു റംബൂട്ടാൻ, സീതപ്പഴം, അബിയു, അതൊക്കെ ഈ റെഡ് ലേഡി പപ്പായ അതൊക്കെ നിലത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇനി ചീരത്തൈ നിറച്ച് മുളച്ച് നിൽക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കടക്കലൊക്കെ വെച്ച് കൊടുക്കും. ഈ വലിയ കവറിൻ്റെ ഉള്ളിലൊക്കെ ചീരത്തൈ വെച്ച് കൊടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ചീര ബുഷായിട്ട് ചീര നിൽക്കുന്നുണ്ട. ഇത് നിർത്തിയതാണ് കേട്ടോ, കാരണം ഇത് മുന്നേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അതേ വെളുത്തം വന്ന് കിടക്കുന്നുണ്ടല്ലേ, ഇവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കണമെന്നാണ്. പക്ഷേ ഞാൻ ഫുഡൊക്കെ കൊടുക്കും കേട്ടോ. ഭയങ്കര മൃഗസ്നേഹി ഞാൻ, അതുകൊണ്ട് ഇവർക്കൊക്കെ സുഖമായിട്ട് വന്ന് കിടക്കുക. എൻ്റെ ഒരു പൂച്ചയുണ്ട്, വെർഷ്യൻ പൂച്ച. അവളുടെ കുട്ടിയൊക്കെ ഇവിടെ കിടന്ന് നടക്കും. എൻ്റെ തലയിൽ ഒരാളിരിക്കുന്നുണ്ട്. അത് ഇവളാണ്. ഇവൾ ഈ ഒരു ഇത് കാണാനായിട്ട് വരും. ഇവൾക്ക് ഞാൻ അങ്ങോട്ട് വന്നാൽ അവൾക്ക് വരണമൊപ്പം. എൻ്റെ തലയിലൊക്കെ കയറിയിരിക്കുക ഇത് കാണാനായിട്ട്. ഇതിൻ്റെ കൊമ്പത്തൊക്കെ അവരും കയറിയിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുന്ന വരുന്ന എല്ലാവരും ഫോളോ ചെയ്യാട്ടോ. ഇത് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇടും. ഇതെൻ്റെ ഒരു ഹാർട്ടാണ് ഈ ഒരു സ്ഥലം. ഇതുകൊണ്ട് അടിയിലൊക്കെ പുല്ല് വരാതിരിക്കാൻ വിരിച്ചിട്ടുള്ളത്.